നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് തിരമാല ജാഗ്രതാ നിർദ്ദേശമാണ്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇപ്പോൾ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസം ഇതുവരെ അവസാനിച്ചിട്ടില്ല, അതും സംസ്ഥാനത്ത് തുടരുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരപ്രദേശങ്ങളും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും 17-ാം തീയതി വരെ രാത്രി 11:30 വരെ 0.5 മുതൽ 1.1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണം. വള്ളം, ബോട്ട് തുടങ്ങിയ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കണം. ഇത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുമാത്രമല്ല, മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം കാലവർഷം ഒരുപാട് വൈകിയിരുന്നു. അത് സംസ്ഥാനത്ത് വളരെ ആശങ്ക വിതച്ച ഒരു കാര്യം തന്നെയാണ് കാലവർഷം വൈകിയത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇപ്രാവശ്യം കാലവർഷം നേരത്തെ എത്തുമെന്നാണ്. തീർച്ചയായും ഈ ചൂടത്ത് പൊരിഞ്ഞിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് വളരെ വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത്. കാലവർഷം നേരത്തെ എത്തുമെന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമാണ്. കേരളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സാധാരണയിലും കൂടുതൽ മഴ കിട്ടുമെന്നും ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ കിട്ടുമെന്നും പ്രവചനമുണ്ട്. മെയ് പകുതിയോടെ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളും സാധാരണയിൽ കൂടുതൽ മൺസൂൺ മഴ കിട്ടും. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ അല്പം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് നിഗമനം. മൺസൂൺ മഴയുടെ ദീർഘകാല ശരാശരി ഇത്തവണ 106% വരെയാകാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ച വരെ കേരളത്തിൽ വേനൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വയനാട്ടിലും കോഴിക്കോടും മഴ മുന്നറിയിപ്പുണ്ട്. മഴ കിട്ടുമെങ്കിലും വേനൽ ചൂട് ശമനമില്ലാതെ തുടരുകയാണ്. 12 ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളാണ് ചൂടിനുള്ള മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ആഴ്ച ചൂട് ഈ രീതിയിൽ തുടരാനാണ് സാധ്യത. എന്തായാലും മഴ മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ കാലവർഷം നേരത്തെ എത്തുമെന്ന ഒരു പ്രവചനം വന്നിട്ടുണ്ട്. അതുകൂടാതെ കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.